വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ ഒരുപാട് ദിവസമായല്ലേ വീഡിയോസൊക്കെ ഒന്ന് ഇടുന്നു. അപ്പോൾ വീഡിയോസൊക്കെ ഇടാൻ ഡിലേ ആവുന്ന എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി നമുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു സൈഡിലേക്ക് ഇച്ചിരി വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ആവശ്യം വരും. അപ്പോൾ അതിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇളം ചൂടുവെള്ളം നമുക്ക് ഇതിൽ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ചൂടാക്കാൻ വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഞാനിവിടെ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചെടുത്തു. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സ്ഥിരമായിട്ട് ഞാനത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനതാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇച്ചിരി നേരം വെച്ചപ്പോഴത്തേക്ക് എണ്ണ ചൂടായി വന്ന് അതിലേക്ക് ഞാൻ ഇച്ചിരി സവാള, പിന്നെ അതുപോലെ തന്നെ ഇച്ചിരി കറിവേപ്പില, വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല. ഇഞ്ചി ഞാൻ ഇതിൽ ഒഴിവാക്കിയിട്ടുണ്ട്. 2-3 ഏലക്ക ഒന്ന് ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഗരം മസാല പൊടി ചേർക്കുന്നില്ല. അപ്പോൾ എല്ലാത്തിൻ്റെ ഫ്ലേവർ ആകുമ്പോഴത്തേക്ക് എടുത്ത് നിൽക്കത്തില്ല. അതുകൊണ്ട് തന്നെ അതങ്ങ് ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഏലക്ക ഇടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല പൊടി ചേർക്കാം. അതിൽ രണ്ടും കൂടെ ആണെങ്കിൽ ഒരു ക്വാണ്ടിറ്റി ബേസിൽ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാം. ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ആ ഇട്ടിരിക്കുന്ന എണ്ണയിൽ കിടന്ന് ഇതൊന്ന് വാടിക്കിട്ടണം. അപ്പോൾ നമ്മൾ എണ്ണയിലിട്ട് ഇരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് വാടിക്കിട്ടണം. അത് ഇച്ചിരി വെന്തും കൂടെ കിട്ടുന്ന ആ ഒരു പരുവം നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ. ബാക്കി നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഒന്ന് വാട്ടിയെടുത്താൽ മതിയാകും. അപ്പം ഞാനിവിടെ ഇച്ചിരി എണ്ണ കൂടുതൽ സാധാരണ യൂസ് ചെയ്യുന്നതിനേക്കാൾ ഇച്ചിരി കൂടെ കൂടുതൽ ഇട്ടെടുത്തു. അത് പിന്നെ വേവിച്ചെടുക്കുമ്പോൾ ആ എണ്ണ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അത് ഇത്രയും പൊടികളും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിൽ കാണിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൽ ഉരുളക്കിഴങ്ങ് വെച്ച് ചെയ്യാൻ ഉള്ള മിക്സ് തയ്യാറാക്കുന്നതിന് വേണം. അപ്പോൾ അതൊക്കെ ആദ്യമേ എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ തയ്യാറാക്കാനായിട്ട്. പിന്നെ ഓരോ പൊടികളും ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടിയൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ വേണ്ട. അപ്പം ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മല്ലിപ്പൊടി. ഇത്രയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളയില്ലേ അതും കൂടെ ഒന്ന് തിളപ്പിക്കാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് കിട്ടും. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് മല്ലിയില കൂടെ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അടച്ച് വെച്ച് വീണ്ടും ഒന്ന് വേവിച്ചെടുത്തായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഉരുളക്കിഴങ്ങ് മസാല തയ്യാറായി.